താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. JK ഓഫീസിലെത്തുമ്പോൾ ലേറ്റായി. വരുന്ന വഴിക്ക് ഓഡിറ്ററെ കൂടി കണ്ടിട്ടാണ് ഓഫീസിലെത്തിയത്. സാധാരണ ഈ പണിയൊക്കെ ചെയ്യുന്നത് നന്ദനാണ്. നന്ദൻ്റെ അഭാവം ശരിക്കും JK അലട്ടുന്നുണ്ട്. പക്ഷേ നന്ദൻ്റെ സ്ഥാനത്ത് മറ്റൊരു സ്റ്റാഫിനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാരണം അതെല്ലാം മാനേജ് ചെയ്തു പോകുന്നു. സാറെന്താ ഇത്രയും വൈകിയത്? പ്ലാനിംഗ് സെക്ഷനിലെ ശ്രീജിത്ത് JKയുടെ അടുത്തെത്തി. ഓഡിറ്ററെ കാണാൻ പോയടോ, അതാണ് വൈകിയേ. സാറിനൊരു വിസിറ്ററുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യാൻ ഗസ്റ്റ് റൂം കാണിച്ചു കൊടുത്തു. പക്ഷെ ക്യാബിനിലിരിക്കാമെന്ന് പറഞ്ഞു. ആരാ ശ്രീജിത്തെ വിസിറ്റർ? വൺ മിസ് വിചിത്ര. വിചിത്ര? അതെ സാർ, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, ശ്രീജിത്തിനെ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി പറഞ്ഞുകൊണ്ട് JK ക്യാബിനിലേക്ക് നടന്നു. ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു തൻ്റെ കസേരയിലിരിക്കുന്ന വിചിത്രയെ. JKയെ കണ്ടപ്പോൾ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവൻ അടുത്തേക്ക് വന്നു. ജയേട്ടൻ എന്താ ഇത്രയും വൈകിയേ? ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി. നിന്നോട് ഗസ്റ്റ് റൂമിലിരിക്കാൻ പറഞ്ഞിട്ട് എന്താ അത് കേൾക്കാത്തത്? അല്ല ജയേട്ടാ, ഞാൻ ഓഫീസിൽ എന്നോട് ആരും ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ വന്നതെന്താണെന്ന് പറഞ്ഞിട്ട് പോയിക്കോ. അത് അച്ഛനും അമ്മയും പറഞ്ഞു. മാതുമോളെ 2 ദിവസം അവിടെ കൊണ്ട് നിർത്തുന്ന കാര്യത്തെക്കുറിച്ച് ജയേട്ടനോട് ചോദിക്കാൻ. അങ്ങനെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വീട്ടിൽ വരണം, അല്ലാതെ ഓഫീസിൽ വന്ന് എന്നെ കാലത്ത് കെട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല വിജി. നിന്നോട് ഞാൻ പലതവണ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സ്വാതന്ത്ര്യമെടുക്കരുതെന്ന്. മോൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കില്ലെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്തിനാണ് വെറുതെ വന്ന് എൻ്റെ സമയം ബുദ്ധിമുട്ടിക്കുന്നത്? അല്ല ജയേട്ടാ, ഞാൻ വിചാരിച്ചു ജയേട്ടനെ കൂടി കണ്ടിട്ട് പോകാമെന്ന്. നിനക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് അല്പം തിരക്കുണ്ട്. ഇല്ല. എന്നാൽ ശരി, നീ ഇറങ്ങുമല്ലേ? ജയേട്ടൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം? വിജി, അതൊരു അലർച്ചയായിരുന്നു. ഞെട്ടിപ്പോയവൾ. ഒരിക്കലല്ല പലവട്ടം ഞാൻ പറഞ്ഞതാണ് ഇതിനുത്തരം. ഇനി ഇത് ചോദിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലോ ഓഫീസിലോ നിന്നെ കണ്ടാൽ ആ ഒരു ബന്ധം കൂടി ഞാനങ്ങ് അവസാനിപ്പിക്കും. ഗെറ്റ് ഔട്ട്. കണ്ണുകളെ ഒഴുകാൻ വിട്ട് അവൾ അവിടെ തന്നെ നിന്നു. പോകില്ല ജയേട്ടാ. ചിത്ര ചേച്ചിയേക്കാൾ മുന്നേ ഞാൻ നിങ്ങളെ ആഗ്രഹിച്ചതാണ്. ഞാനാണ് ആദ്യം കണ്ടത് ഷോപ്പിംഗ് മോളിൽ വെച്ച്. അന്ന് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾ വിവാഹാലോചനയുമായി വന്നത് ചേച്ചിക്ക്. ഇഷ്ടപ്പെട്ടതും അവളെ. മാറി നിന്നു ഞാൻ, മനസ്സിലെ ഇഷ്ടം അവിടെ തന്നെ കുഴിച്ചു മൂടിക്കൊണ്ട്. പക്ഷെ ചേച്ചി മാതുമോളെ തനിച്ചാക്കി പോയപ്പോൾ ഈശ്വരൻ ചിലപ്പോൾ എനിക്കൊരവസരം തന്നതാണെന്ന് കരുതി. വീണ്ടും മനസ്സിൽ ആഗ്രഹം മുള പൊട്ടി. മാതുമോൾക്ക് അമ്മയായി ജയേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന സ്വപ്നം അതെന്നെ വീർപ്പ് മുട്ടിക്കുന്നു. അച്ഛനോടും അമ്മയോടും മനസ്സിലുള്ളത് പറഞ്ഞപ്പോൾ അവർക്കും ഇഷ്ടമാണ്. പിന്നെന്താ ജയേട്ടന് മാത്രം എന്നെ ഇഷ്ടമാകാത്തത്? കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. മരിച്ചുപോയവർ ഇനി തിരികെ വരുമെന്ന് കരുതി ജീവിതം വേസ്റ്റാക്കാനാണോ ജയേട്ടൻ്റെ ഭാവം? അമ്മായിയോട് എൻ്റെ വീട്ടുകാർ എന്നേ സംസാരിച്ചതാണ്. ജയേട്ടൻ്റെ സമ്മതം, അതാണ് അമ്മായിയും പറയുന്നത്. ജയേട്ടൻ ഇനിയും എന്നെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലേ? എങ്കിൽ വേണ്ട. മധുമോളുടെ അമ്മയായി ആ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ കഴിഞ്ഞുകൊള്ളാം. എന്നെ അതിനെങ്കിലും അനുവദിച്ചാൽ മതി. നോ, ഐ സേ യു ഗെറ്റ് ഔട്ട്. അനിയത്തിയായി കണ്ടവളെ ഭാര്യയാക്കാൻ എനിക്ക് കഴിയില്ലെന്ന് നിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പലതവണ പറഞ്ഞതാണ്. മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒന്നും നിങ്ങൾക്കില്ലാതെയായിപ്പോയി. എൻ്റെ ചിത്രയെ മറന്ന് നിന്നെ ആ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല. ജയകൃഷ്ണൻ അലറി. അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് ചേച്ചിക്കുണ്ടായിരുന്നത്? എന്നേക്കാൾ കൂടുതൽ സൗന്ദര്യം അവൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തിലാണെങ്കിലും എന്നേക്കാൾ മിടുക്ക് ചേച്ചിക്കുണ്ടെന്ന് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. വിചിത്രയും വിട്ടുകൊടുത്തില്ല. നിർത്തടി. ജയൻ്റെ കൈ വായുവിൽ ഉയർന്നു പൊങ്ങി. നീ ഇത്രയും ദുഷിപ്പായിരുന്നോ നിൻ്റെ ഉള്ളിൽ? എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി എന്തെങ്കിലും കടന്നു വരുമായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷേ എന്തായാലും അത് നീയാവില്ല. നിൻ്റെ മനസ്സ് നിറയെ വിഷമാണ്. അതിൻ്റെ മോൾക്കും നീ പകരും. അതുകൊണ്ട് നിന്നെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. ഇത് ഇവിടേക്കുള്ള നിൻ്റെ അവസാനത്തെ വരവായിരിക്കണം. വേണുഗോപനും നളിനിക്കും 2 മക്കൾ, ചിത്രയും വിചിത്രയും. വിവാഹപ്രായമായ ആലോചന തന്നെ ജയകൃഷ്ണൻ്റേതായിരുന്നു. കുടുംബവും ആൾക്കാരെയും കണ്ടപ്പോൾ നല്ല ബന്ധമാണെന്ന് തോന്നി. അതുകൊണ്ട് വേഗം അത് നിശ്ചയിച്ചുറപ്പിച്ചു. ആർഭാടം ഒട്ടും കുറയ്ക്കാതെയാണ് വിവാഹം നടന്നത്. അവരുടെ ജീവിതം കണ്ട് സന്തോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ പ്രസവത്തോടു കൂടി മകൾ മരിച്ചപ്പോൾ തളർന്നു പോയി. പിന്നെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോട്ടമായിരുന്നു. അവൾക്ക് താഴെ ഒരു പെൺകുട്ടിയുണ്ടെന്ന കാര്യം പോലും ശരിക്കും മറന്നുപോയി. അങ്ങനെയാണ് ബന്ധുക്കൾ ചിലരുടെ ഉപദേശമനുസരിച്ച് ജയനെ കൊണ്ട് ഇളയവളെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന ചിന്ത വരെ എത്തിയത്. അത് അവളോട് ചോദിക്കുകയും ചെയ്തു. അവൾക്കും അപ്പോൾ സമ്മതമായിരുന്നു. ജയൻ മറ്റൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ നേരെ ചൊവ്വേ നോക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ടായിരുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള ചിന്തകളൊക്കെ അതോടുകൂടി അവസാനിച്ചു. അതിനെക്കുറിച്ച് മഹേശ്വരി അമ്മയോടും
സംസാരിച്ചപ്പോൾ അവർക്കും സമ്മതമാണ്. പക്ഷേ ജയൻ്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവൻ അതിനെ എതിർപ്പ് പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായില്ലായിരുന്നു. അവിടേക്കാണ് ഇന്ന് വിചിത്ര പോയിരിക്കുന്നത്. ജയകൃഷ്ണൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ വെപ്രാളവും വേണുഗോപന് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. അയാൾ വെരുകിനെ പോലെ ഞെരുവിരി കൊണ്ട് നടക്കുന്നത് നോക്കി ഭാര്യ നളിനി ഇരുന്നു. ജയൻ ഒരിക്കലും വിചിത്രയെ അംഗീകരിക്കാൻ കഴിയില്ല. അതവൻ പലതവണ പറഞ്ഞതാണ്. പക്ഷേ വിചിത്ര ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാത്തതുപോലെയാണ്. മുറ്റത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും വേഗം പുറത്തേക്ക് വന്നു. നീ എന്താ മോളെ ഓട്ടോറിക്ഷയിൽ? നിന്റെ സ്കൂട്ടി എവിടെ? ഓട്ടോയിൽ നിന്ന് വിജി ഇറങ്ങുന്നത് കണ്ട് അമ്മ നളിനി ചോദിച്ചു. വണ്ടി വഴിയിൽ വെച്ച് കേടായി, അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ച് ഓട്ടോയ്ക്ക് പോന്നു. മുഖവും കനപ്പിച്ച് മറുപടി പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നവളെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി. പോയ കാര്യം നടന്നില്ല. നമ്മൾ അപ്പോഴേ കാര്യം പറഞ്ഞതല്ലേ. അപ്പോൾ അവൾക്കത് മനസ്സിലാക്കാൻ വയ്യ. അവൻ അവളെ വേണ്ടെങ്കിൽ അവൾ എന്തിനാ പിന്നാലെ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ ഭർത്താവിനെ തന്നെ കിട്ടണമെന്ന് അവൾക്കെന്താ ഇത്രയും നിർബന്ധം? എനിക്ക് തോന്നുന്നു മാതുമോളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവളിങ്ങനെ കാണിക്കുന്നത്. ഇതിന് പുറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നാൻ തുടങ്ങിയിട്ട് കുറേയായി. പക്ഷേ അവളോട് എങ്ങനെയാണ് ചോദിക്കുന്നത്? എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ പെണ്ണ് ചാടിക്കടിച്ച് വരും. ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുമ്പോഴും വിജിയുടെ മുഖം വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നു. വന്ന പാടെ അവൾ കിച്ചണിലേക്ക് പോയി കഴിക്കാനുള്ള ഭക്ഷണവുമായി വന്നു. വിജി, നീ ഇന്ന് ജയനെ കാണാൻ പോയിട്ട് എന്തായി? ഓ ജയൻമോൻ, പറയുമ്പോൾ നാവിൽ തേനും പാലും. അമ്മയ്ക്ക് ഇനിയും മതിയായില്ലേ? ഒരു ജയൻമോൻ വന്നേക്കുന്നു. അയാൾക്ക് എന്നെ വേണ്ടെന്ന്. ചേച്ചിയല്ലാതെ ഇതുവരെ മറ്റാരും അയാളുടെ മനസ്സിലില്ലെന്ന്. അഥവാ ഇനിയൊരു വിവാഹം അയാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് അനിയത്തിയായി കണ്ട ഞാനുമായിട്ടാവില്ലെന്ന്. കഴിച്ചുകൊണ്ടിരുന്ന ചോറ് അവളുടെ കയ്യിലിരുന്ന് ഞെരിഞ്ഞമർന്നു. അങ്ങനെ എന്നെ തഴഞ്ഞിട്ട് അയാളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ മോളെ അയാളുടെ പിന്നാലെ പോകുന്നത്? മാത്രവുമല്ല, അയാൾ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, നിൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ. അവന് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ലെന്ന് പറയുന്നതിൽ ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കേണ്ട. അവൾ ചവിട്ടി കുലുക്കി എഴുന്നേറ്റ് പോയി. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നളിനി ഭർത്താവിനെ നോക്കി. വൈകുന്നേരം വളരെ വൈകിയാണ് ജയൻ വീട്ടിലെത്തിയത്. വരുമ്പോൾ അമ്മയും മാതുമോളും നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ശല്യപ്പെടുത്താതെ സ്പെയർ കീ ഉപയോഗിച്ച് അവൻ അകത്തേക്ക് കയറി. ഫ്രഷായി ബെഡിൽ വന്ന് കിടന്നിട്ടും അവൻ ഉറക്കം വന്നില്ല. ഓഫീസിൽ വച്ച് സംഭവിച്ച കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കൂടപ്പിറപ്പായിട്ടല്ലാതെ ഒരിക്കൽ പോലും വിജിയെ കണ്ടിട്ടില്ല. ആ രീതിയിൽ തന്നെയാണ് അവളോട് പെരുമാറിയതും. എന്നിട്ട് അവളിന്ന് എന്തൊക്കെയാണ് വിളിച്ചു കൂവിയത്? സ്വന്തം സഹോദരിയുടെ ഭർത്താവല്ലേ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഓരോന്നാലോചിച്ച് ജയകൃഷ്ണൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ അമ്മ വന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേറ്റത്. ഇന്നലെ നീ വന്നപ്പോൾ ഒരുപാട് വൈകിയോ കുട്ടാ? എന്താ നീ എന്നെ വിളിക്കാത്തത്? നീ വല്ലതും കഴിച്ചോ? ഒരുപാട് ലേറ്റായി അമ്മേ, അതുകൊണ്ടാണ് അമ്മയെ വിളിക്കാത്തത്. അവർ കട്ടിലിൽ അവനടുത്തായിരുന്നു. ഇന്നലെ ഇവിടെ വിജി വന്നിരുന്നു മോളെ കാണാൻ എന്നും പറഞ്ഞാണ് അവൾ വരുന്നത്. എന്നിട്ട് മോളെ ഒന്ന് എടുക്കുക പോലുമില്ല. വന്ന ഉടനെ നേരെ ഈ മുറിയിലേക്ക് കയറി വന്നു. കുറേ നേരം ഇവിടെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ എന്തൊക്കെയോ അവളോട് അങ്ങോട്ട് സംസാരിച്ചിട്ടും എന്നോടൊരക്ഷരം മിണ്ടിയില്ല. ഒടുവിൽ വൈകുന്നേരമായപ്പോൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ജയൻ്റെ മുഖം വലിഞ്ഞു മുറുകി.